ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് എങ്ങനെ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ടേൺ ടേബിളിലൊരു കേക്ക് ബേസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് വെക്കാം. അപ്പോൾ ലെയർ ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീമും എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ കുറിച്ചുള്ള വീഡിയോസും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടുള്ളവർ ഇതിന് മുന്നത്തെ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടാൽ മതി ബേക്കിംഗ് ക്ലാസ്സിൻ്റെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേക്കിങ്ങിൽ വേറെ എന്തെങ്കിലും ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണേ. ഞാനിവിടെ ഓറഞ്ചിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഓറഞ്ച് ഫുഡ് കളറാണ്, എഡിബിൾ ഫുഡ് കളറാണ് ഇതിലേക്ക് ജെൽ കളറാട്ടോ ചേർത്തിട്ടുള്ളത്. മാജിക് പറഞ്ഞ ബ്രാൻഡിൻ്റെ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു കളറ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കുറച്ചുകൂടെ ഒരു ഡ്രോപ്പ് റെഡ് കളർ കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒരു ഡ്രോപ്പ് ഓറഞ്ച് കളറും ഒരു ഡ്രോപ്പ് റെഡ് കളർ, അതും മാജിക്കിൻ്റെ ബ്രാൻഡിൻ്റെ റെഡ് കളർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അത് രണ്ടും ഓരോ ഡ്രോപ്പ് വീതം ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. അപ്പം തന്നെ നമുക്ക് മിക്സാക്കി കിട്ടും. അപ്പോൾ ആ രണ്ട് കളറും മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഡിസൈൻ ചെയ്തപ്പോൾ ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നല്ലോ. അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്ത്. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് ഞാനിത് പകുതി ഭാഗം നമ്മുടെ ഈ ഒരു ഓറഞ്ച് പോലത്തെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി വൈറ്റുമാണ് ചെയ്യണത്. അത് രണ്ടും കൂടി മിക്സാക്കി എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ബാക്കി ഭാഗത്തേക്ക് വൈറ്റ് വിപ്പിംഗ് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേൽഭാഗവും എല്ലാം അങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇനിയൊരു പാലറ്റ് നൈഫും സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ലെവലാക്കി എടുക്കണം. പിന്നെ ഞാനിത് ഐസിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഷാർപ്പ് എഡ്ജൊക്കെ ആക്കിയിട്ട് മാറ്റാം. സൈഡൊക്കെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല മാജിക്കിൻ്റെ തന്നെ ഓറഞ്ചിനോ എന്ന് പറഞ്ഞിട്ടുള്ള കളറ് ഗനാഷയിൽ ഒഴിച്ചിട്ട് ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല കളറ് കിട്ടും. ആ ഒരു ഡ്രോപ്പ് മതി. എന്നിട്ട് സൈഡ് ഒക്കെ ആ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അത് സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടുണ്ടാവരുത്, ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം ഗനാഷ് അതിൻ്റെ മേലെ ഇങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സെൻറ്ററിലൊക്കെ ഈ ഒരു ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് മേലെ ഞാനിപ്പോൾ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി സ്റ്റാർ നോസിൽ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ട്. ഇതൊരു സിമ്പിൾ മെത്തേഡ് വഴിയാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ എടുത്തു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെ ചെയ്തെടുത്ത് നമുക്ക് പേരെഴുതണമെന്നുണ്ടെങ്കിൽ പേരെഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ടോപ്പേഴ്സ് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടോപ്പേഴ്സ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് സ്റ്റാർസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റും ഓറഞ്ചും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് കളറും തന്നെയാണ് സ്റ്റാർസ് ഇതിൽ മേലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ആ സെൻറ്ററിലും കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വയ്ക്കുക. കൂടി പോയാലും ഒന്നൊരു ഭംഗി ഉണ്ടാവില്ല. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ മോൾഡിൽ വെച്ചിട്ട് പേര് അങ്ങനെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മോൾഡ് വെച്ചിട്ട് ചെയ്യുന്ന രീതിയാകുമ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ആ രീതിയാണ് ഞാനിവിടെ സ്വീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്